നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലിയുടെ മൂന്നാം ദിനം കായികക്ഷമതാ പരീക്ഷയിൽ 715 ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. കൊല്ലം ജില്ലയിൽ നിന്ന് ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിൽ 715 ഉദ്യോഗാർത്ഥികളാണ് മൂന്നാം ദിനത്തിൽ കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുത്തത്. വെള്ളിയാഴ്ച രാവിലെ 4 മണിക്ക് അഡ്മിറ്റ് കാർഡ് പരിശോധനയ്ക്ക് ശേഷം 5 മണിക്ക് കായികക്ഷമതാ പരീക്ഷ ആരംഭിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കായാണ് ആർമി റിക്രൂട്ട്മെന്റ് റാലി നടത്തുന്നത്. 1600 മീറ്റർ റൺ റേസ്, സിക്സാങ് ബാലൻസ്, പുള്ളപ്സ്, 9 ഫീറ്റ് ഡിച്ച് തുടങ്ങി 4 ഇനം കായികക്ഷമതാ പരീക്ഷയും ശാരീരിക അളവ് പരിശോധനയുമാണ് നടക്കുന്നത്. ഇവയ്ക്ക് പുറമെ സർട്ടിഫിക്കറ്റ് പരിശോധനയും മെഡിക്കൽ പരിശോധനയും റിക്രൂട്ട്മെന്റ് റാലിയുടെ ഭാഗമായി നടത്തുന്നുണ്ട്. 120 ആർമി ഉദ്യോഗസ്ഥർക്കാണ് റിക്രൂട്ട്മെന്റ് റാലിയുടെ നടത്തിപ്പ് ചുമതല. 7 ജില്ലകളിൽ നിന്നായി 3102 ഉദ്യോഗാർത്ഥികളാണ് റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കുന്നത്. എഴുത്ത് പരീക്ഷ വിജയിച്ച റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥികളാണ് കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കുന്നത്. നെടുങ്കണ്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കരസേനാ ഉദ്യോഗസ്ഥർക്കുള്ള താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. നെടുങ്കണ്ടം, രാമക്കൽമേട് പ്രദേശങ്ങളിലാണ് ഉദ്യോഗാർത്ഥികൾക്കായുള്ള താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. വിവിധ ജില്ലകളിൽ നിന്നും എത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി KSRTC അധിക സർവീസുകൾ നടത്തുന്നുണ്ട്. പഞ്ചായത്ത്, പൊതുമരാമത്ത്, ആരോഗ്യം, പോലീസ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് റാലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. കുടുംബശ്രീയുടെ സഹകരണത്തോടെ നടത്തുന്ന ഭക്ഷണശാലയിൽ നിന്നും മിതമായ നിരക്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഭക്ഷണവും ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ നെടുങ്കണ്ടത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മിതമായ നിരക്കിൽ ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പാക്കി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.